ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പവിത്രവും നിർമ്മലവുമായ അനുഗ്രഹമാണ് നമ്മുടെ സ്വന്തം മക്കൾ. ജഗജ്ജനനിയായ അമ്മ തൻ്റെ മാതൃത്വത്തിൻ്റെ ഒരു ചെറിയ അംശം നമ്മിലേക്ക് പകർന്നു തരുന്ന അദ്ഭുത നിമിഷമാണ് ഒരു കുഞ്ഞിൻ്റെ ജനനം. മക്കൾ കേവലം നമ്മുടെ തുടർച്ചകൾ മാത്രമല്ല, മറിച്ച് നമ്മെ സ്നേഹവും ക്ഷമയും കൂടുതൽ പഠിപ്പിക്കാനായി അമ്മ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച പവിത്രമായ ട്രസ്റ്റുകളാണ് അവർ. നാം അവരുടെ കസ്റ്റോഡിയൻ മാത്രമാണ്. അമ്മ മാത്രമേ നമുക്ക് സ്വന്തമായി ഉള്ളൂ. അമ്മ എപ്പോൾ ചോദിച്ചാലും പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ അമ്മയുടെ ഉപകരണങ്ങളാകാൻ നാം വിട്ടുകൊടുക്കേണ്ടവരാണ് നമ്മുടെ കുട്ടികൾ എന്ന ബോധം നന്ദിയോടെ നമുക്കുണ്ടാവണം. ഈ അനുഗ്രഹത്തെ ഓർത്ത് ദിവ്യമാതാവിനോട് നന്ദി പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിനുള്ളിലും സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവകൾ രൂപപ്പെടുന്നു. അപ്പോൾ നമ്മളെ അമ്മയുടെ അനുഗ്രഹമായി നമ്മുടെ മക്കളും കാണുന്നു. അമ്മ നമുക്ക് ഈ ലോകത്ത് മനുഷ്യരെ മാത്രമല്ല, സസ്യജാലങ്ങളെയും ജീവജാലങ്ങളെയും മുഴുവൻ സ്വന്തം കുട്ടികളായി കണ്ട് ജീവിക്കാൻ പ്രാക്ടിക്കലായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സ്വന്തം ജീവിതം കൊണ്ട്. ഭഗവാൻ കൃഷ്ണൻ്റെ കഥകളിലെ പോലെ തന്നെ അമ്മയിൽ നിന്ന് ഒരുപാട് ദൈവിക ശക്തി കൊണ്ടുള്ള അത്ഭുതങ്ങൾക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് അമ്മ ഒരു അവതാരമാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു തരാനാണ്. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും പോലെ ഒരു മനുഷ്യ ശരീരമെടുത്ത് അമ്മ ഈ ലോകത്തിൽ വന്നത്, ജീവിച്ച് കാണിച്ചു തന്നത്, അമ്മയിൽ നിന്ന് വരുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ കണ്ട് അമ്മയെ ഈശ്വരനാക്കി പൂജാമുറിയിൽ വെച്ച് അവിടെ പോയി നിന്ന് പരാതികളും പരിഭവങ്ങളും പറയാൻ മാത്രമല്ല, തീർച്ചയായും അതാവാം, അമ്മ ഒരു ഈശ്വര ശക്തിയാണ് എന്ന് കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ മറ്റൊരു വശം, അമ്മ മനുഷ്യനായി അമ്മയായി ശരീരമെടുത്ത് നമ്മുടെ മുന്നിൽ വന്ന് ലീലകളാടിയത് വേറൊന്നിനുമല്ല. അമ്മ എന്ന ആ പവിത്രമായ പദവികൾ കിട്ടിയ എല്ലാവരും സ്വന്തം കുട്ടികളെ ഈശ്വരൻ്റെ വരദാനമായി കണ്ട് എങ്ങനെ വളർത്തണമെന്ന് സ്വയം കാണിച്ചു തന്ന് പഠിപ്പിക്കാനാണ്. മലപ്പുറത്തെ അറുമുഖേട്ടൻ്റെയും ലക്ഷ്മി ചേച്ചിയുടെയും അനുഭവം അമ്മയുടെ പക്ഷാഭേദമില്ലാത്ത ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെ ഉദാഹരണമായി പറയാൻ തോന്നുന്നു. അറുമുഖേട്ടനും ലക്ഷ്മി ചേച്ചിയും അമ്മയെ കണ്ടിട്ടുള്ള അമ്മയുടെ പ്രിൻസിപ്പിൾ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന ശിഷ്യരാണ്. അവരുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ അവരുടെ മോഹമായിരുന്നു അമ്മയുടെ മുന്നിൽ കല്യാണം നടത്തുക എന്നത്. അവർ അതിനായി അമ്മയോട് പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു കല്യാണത്തിന് അവിടെ വരുന്ന ചിലവുകൾ അവരെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. അങ്ങനെ മലപ്പുറം മന്ദിരത്തിൽ വെച്ച് അവരുടെ വിവാഹം നടന്നു. അത് കഴിഞ്ഞ് അവർ അമ്മയെ കാണാൻ മംഗലാപുരത്ത് പോയി. അന്ന് അവിടെ 2 കല്യാണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ 2 കല്യാണങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ സ്വാമിജി, അന്ന് ഗോപാലകൃഷ്ണൻ എന്നായിരുന്നു പേര്, സ്വാമിജിയോട് 2 മാലകൾ കൂടി കൊണ്ടുവരാൻ പറഞ്ഞു. അമ്മ ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അറുമുഖേട്ടനെയും ലക്ഷ്മി ചേച്ചിയെയും വിളിച്ച് ആ മാലകൾ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടിയിച്ച് അമ്മയുടെ മുന്നിൽ അവരുടെ കല്യാണം വീണ്ടും നടത്തി. അവരുടെ ആ ആത്മാർത്ഥമായ പ്രാർത്ഥന അമ്മ കേട്ട് ഒരു ചെലവുമില്ലാതെ ധാരാളം ആളുകളുടെ മുന്നിൽ വെച്ച് അമ്മ അത് നടത്തിക്കൊടുത്തു. ആത്മാർത്ഥമായി അമ്മയോട് പ്രാർത്ഥിച്ചാൽ അതിൽ നന്മയുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഇതുപോലെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാവാം. കുട്ടികളുടെ മനസ്സ് അവർ പറയാതെ തന്നെ അറിയുന്നവളാവണം അമ്മ എന്നല്ലേ ഈ ലീലയിലൂടെ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് ശരിതെറ്റുകൾ ഉപദേശിച്ചു കൊടുക്കുകയല്ല അമ്മ ചെയ്തത്. അമ്മ അത് പ്രാവർത്തികമായി കാണിച്ചു കൊടുത്ത് മാതൃകയാവുകയാണ് ചെയ്തത്. നാം ചെയ്യുന്നതേ നമ്മുടെ കുട്ടികളിൽ നിന്ന് നാം പ്രതീക്ഷിക്കാവൂ. അങ്ങനെ മാതൃകയായാൽ കുട്ടികൾ തിരിച്ചും ആ അമ്മയുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കും. അതാണ് ഇന്ന് അറുമുഖേട്ടനും ലക്ഷ്മി ചേച്ചിയും അവിടെയുള്ള പലരെയും കൂട്ടുപിടിച്ച് അമ്മയുടെ കാര്യത്തിനല്ലേ നമുക്ക് എല്ലാവരോടും സഹായം ചോദിക്കാമെന്ന് പറഞ്ഞ് മലപ്പുറം മന്ദിരത്തിൻ്റെ റിനോവേഷന് വേണ്ടി ശ്രമിച്ചത്. അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു അവർക്ക് വയ്യാതായി മന്ദിരത്തിലേക്ക് പോകാൻ പറ്റാതാവുന്നതിന് മുമ്പ് തന്നെ ആ മന്ദിരം നന്നായി കാണണമെന്ന്. ഇന്ന് പലരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഫലമായും പ്രാർത്ഥനയുടെ ഫലമായും അത് സാധിച്ചിരിക്കുന്നു. ഇന്ന് ചോർന്നൊലിച്ചിരുന്ന ആ മന്ദിരത്തിൻ്റെ രൂപം തന്നെ പലരുടെ സഹായം കൊണ്ട് മാറ്റിയെടുത്തു. ഈ ഒരു ആത്മാർത്ഥത അവർക്ക് തോന്നിയത്
അമ്മയുടെ ആ ഉപാധികളില്ലാത്ത സ്നേഹം കൊണ്ടാണ്. അതേ ആത്മാർത്ഥത അമ്മമാരിൽ കുട്ടികൾ കാണണമെന്നുണ്ടെങ്കിൽ അമ്മമാർ ഉപാധികളില്ലാതെ നമ്മുടെ അമ്മ നമ്മെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുന്നവരാകണം. അമ്മയുടെ ജ്ഞാനോപദേശങ്ങൾ പലർക്കും മനസ്സിലാകുന്നവ ആവില്ല. പക്ഷേ അമ്മ ജീവിച്ച് കാണിച്ചു തന്ന വഴിയിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കും. മറ്റുള്ളവരെ, പ്രത്യേകിച്ച് സ്വന്തം മക്കളെ അമ്മ തന്ന വലിയ അനുഗ്രഹമായി കണ്ട് ഒരു ഉപാധിയും വയ്ക്കാതെ അവരെങ്ങനെയാണോ അങ്ങനെ സ്നേഹിക്കാൻ ഒരു ഉപദേശത്തിൻ്റെയും ആവശ്യമില്ലല്ലോ. അത് നാം ചെയ്യുന്നുണ്ടോ എന്ന് നാം തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കളിക്കാനുള്ള പാവകളല്ല അവർ. അവരെ അമ്മ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അവരെ നല്ല പൗരന്മാരാക്കി ആ അമ്മയുടെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കാനാണ്. അവരെ നല്ല ഉത്തമ പൗരന്മാരാക്കി അനുഗ്രഹിച്ച് ഈ ലോകത്തിന് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ അവരെ പ്രാപ്തരാക്കാൻ സ്നേഹത്തിലൂടെ എങ്ങനെ സാധിക്കും എന്ന് അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് താരതമ്യം ചെയ്തതുകൊണ്ടോ പക്ഷാഭേദം കൊണ്ടോ ഒന്നും സാധിക്കില്ല. സ്നേഹിക്കുക ഉപാധികളില്ലാതെ, പിന്നെ അവർക്ക് പൂർണ്ണ മാതൃകയാവുക. സത്യം പറയുന്ന കുട്ടികളാവണമെങ്കിൽ അച്ഛനമ്മമാർ ആദ്യം സത്യം പറയുന്നവരാവണം. കുട്ടികളുടെ സ്വഭാവം എങ്ങനെയാവണം എന്ന് നാം ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ അവർക്ക് മാതൃകയായി ജീവിക്കുക എന്നതാണ് അമ്മ നമ്മൾക്ക് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. അച്ഛനമ്മമാരാണ് കുട്ടികളുടെ ആദ്യത്തെ ഗുരുക്കന്മാർ. നാം എങ്ങനെ കുട്ടികൾക്ക് മാതൃകയാവണം എന്നത് അമ്മ കാണിച്ചു തന്നത് മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ അമ്മയുടെ ഈശ്വരഭാവത്തെ മാറ്റി നിർത്തി അമ്മയെ ഒന്ന് മനുഷ്യനായി കാണാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നാം പറയുന്ന എക്സ്ക്യൂസ് അമ്മ ഈശ്വരാവതാരമല്ലേ, അമ്മയ്ക്ക് അതൊക്കെ പറ്റും, നമ്മൾ മനുഷ്യരല്ലേ, നമുക്കതൊക്കെ സാധിക്കുമോ എന്നാണ്. മനുഷ്യരായ കുട്ടികളെ ഈശ്വരനായി ഉയർത്താൻ അവതാരമെടുത്ത വിശ്വജനനിയാണ് അമ്മ എന്ന് നാം മനസ്സിലാക്കണം. അമ്മ മനുഷ്യനായി നിന്ന് ഗൃഹഭാരങ്ങൾക്കിടയിൽ സ്വന്തം പതി പോലും അറിയാതെ സാധനകൾ അനുഷ്ഠിച്ചതെങ്ങനെ എന്നറിയണം. നിർവികൽപ്പ സമാധിക്ക് ശേഷം ജനപ്രവാഹമുണ്ടായപ്പോഴും വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരെ കൊണ്ട് ഒരു ജോലി പോലും കൂടുതൽ എടുപ്പിക്കാതെ വന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയും അവരുടെ വസ്ത്രങ്ങൾ അലക്കുകയും അവർക്ക് കിടക്കാൻ സ്ഥലമൊരുക്കുകയും ചെയ്ത അമ്മയെ നാം അറിയണം. ആ അമ്മയെ ശരിയായി അറിഞ്ഞാൽ, മാതൃകയാക്കിയാൽ നമുക്ക് ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ കഴിയും. കാരണം ആ അമ്മയുടെ കുട്ടികളാണ് നമ്മൾ. കുട്ടികളെ തന്നതിന്, നമ്മളെ അമ്മ എന്ന പദവിയിലേക്ക് ഉയർത്തിയതിന് ജഗന്മാതാവായ അമ്മയോട് കൃതജ്ഞത കാണിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാണെന്ന് നാം സ്വയം ബോധ്യപ്പെടുത്തുക കൂടിയാണ്. അത് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തെയും കുട്ടികളുമായുള്ള ബന്ധത്തെയും തികച്ചും പോസിറ്റീവാക്കി മാറ്റുന്നു. കുട്ടികളെ വളർത്തുന്നതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ ആശങ്കകൾക്കും ദേഷ്യങ്ങൾക്കും പകരം അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വെളിച്ചത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ മനസ്സിൽ വലിയൊരു ശാന്തത അനുഭവപ്പെടുന്നു. കുട്ടികളിലെ ചെറിയ തെറ്റുകൾ പോലും സ്നേഹത്തോടെയും ക്ഷമയോടെയും അവർക്ക് മാതൃക കാണിച്ചുകൊണ്ടും തിരുത്താൻ കൃതജ്ഞത നിറഞ്ഞ ഒരു മനസ്സിന് സാധിക്കും. കുട്ടികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് താരതമ്യം ചെയ്യുകയും പക്ഷാഭേദം കാണിക്കുകയും. കാരണം അമ്മ ഓരോ ജീവനും ഈ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ റോളുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മോട് സ്വന്തം അച്ഛനമ്മമാരോ അല്ലെങ്കിൽ പരാശക്തിയായ അമ്മയോ ആ രീതിയിൽ പെരുമാറിയാൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ? അമ്മ വ്യത്യസ്തരായ നമ്മൾ ഓരോരുത്തരെയും ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കണം. അത് പഠിപ്പിക്കാൻ തന്നെയാണ് അമ്മ എന്ന റോളിൽ പരാശക്തി അവതരിച്ചത്. അങ്ങനെ കുട്ടികളെ സ്നേഹിക്കുമ്പോൾ അവർ തിരിച്ചും നമ്മെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അതിന് അവരെ തന്ന അമ്മയോട് എന്നും കൃതജ്ഞരായിരിക്കുന്നത് സഹായിക്കും. അതുവഴി കുടുംബത്തിൽ മനസ്സമാധാനവും സന്തോഷവും നിറയും. ഈ കുട്ടികൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അവരുടെ ഉള്ളിൽ ബോധസ്വരൂപമായി, ആത്മസ്വരൂപമായി ഇരുന്നു കൊണ്ട് അവരെ അമ്മ കാത്തുരക്ഷിക്കുന്നുണ്ട് എന്ന ചിന്ത ഉപബോധ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിലുള്ള ഉത്കണ്ഠകൾ ഇല്ലാതാവുന്നു. ഇത് കുട്ടികൾക്ക് കൂടുതൽ പോസിറ്റീവായതും സുരക്ഷിതമായതുമായ ഒരു വളർച്ചാ സാഹചര്യം ഒരുക്കിക്കൊടുക്കാൻ സഹായിക്കും.
കുട്ടികൾ ഈശ്വരൻ്റെ പ്രതിരൂപങ്ങളാണെന്ന് പറയാറുണ്ട്. അവരുടെ കപടതയില്ലാത്ത ചിരിയും നിഷ്കളങ്കമായ നോട്ടവും ലളിതമായ കാര്യങ്ങളിൽ കണ്ടെത്തുന്ന സന്തോഷവും എല്ലാം ദിവ്യമാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നേരിട്ടുള്ള തെളിവുകളാണ്. നമ്മുടെ കുട്ടികളെ പരിപാലിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് ജഗജ്ജനനിയെ തന്നെയാണ്. അവരിലൂടെയാണ് നാം ഉപാധികളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ് എന്തെന്ന് പഠിക്കുന്നത്. നമ്മുടെ ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനവും മക്കളുടെ ഒരു ചെറിയ പുഞ്ചിരിയിൽ ഇല്ലാതായി പോകുന്നത് മാതൃത്വത്തിൻ്റെ വലിയൊരു നിഗൂഢതയാണ്. അവരെ നന്മയുള്ളവരായി വളർത്താൻ ശ്രമിക്കുമ്പോൾ നാം തന്നെ കൂടുതൽ നല്ല മനുഷ്യരായി മാറുന്നു. ഇത് നമ്മെ കൂടുതൽ പക്വതയുള്ളവരും സ്നേഹസമ്പന്നരുമാക്കുന്ന വലിയൊരു ആത്മീയ പ്രക്രിയയാണ്. നമ്മുടെ കുട്ടികളെ ദിവ്യമാതാവിൻ്റെ പവിത്രമായ പ്രസാദമായി കണ്ട് ജീവിക്കുമ്പോൾ അത് അവരുമായുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കുന്നു. കുട്ടികൾ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളവരല്ല, മറിച്ച് സ്വതന്ത്രമായ ചിന്തകളോടെ വളരേണ്ടവരാണെന്ന ബോധം കൃതജ്ഞതയിലൂടെ നമ്മിലുണ്ടാകുന്നു. അവരെ അധികാരം കൊണ്ടല്ല, സ്നേഹവും കരുണയും കൊണ്ടാണ് നയിക്കാൻ പറ്റുക എന്ന് നാം പഠിക്കുന്നു. കുട്ടികളുടെ ചെറിയ കുസൃതികൾ കാണുമ്പോഴും അവർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴും അവരുടെ വളർച്ചയിലെ ഓരോ ചെറിയ ചെറിയ നേട്ടങ്ങൾ കാണുമ്പോഴും അത് അമ്മയുടെ കാരുണ്യമാണെന്ന് നന്ദിയോടെ സ്മരിക്കണം. അമ്മേ, എന്നെ ഒരു മാതാവാക്കാനും ഈ മനോഹരമായ ജീവനെ പരിപാലിക്കാനും എനിക്ക് അവസരം തന്നതിന് നന്ദി എന്ന് ചിന്തിക്കുന്നത് ഉള്ളിൽ വലിയൊരു സംതൃപ്തി നിറയ്ക്കും. ആൺകുട്ടികളെ ഉണ്ണിക്കണ്ണനായും പെൺകുട്ടികളെ ബാലരൂപത്തിലുള്ള അമ്മയായും അവരുടെ കുട്ടിക്കാലം മുതൽ നാം കണ്ടു ശീലിച്ച് അവരെ ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ ആ സ്നേഹസ്വരൂപികൾ തന്നെയാണ് ആ കുട്ടികളിൽ പ്രകാശിക്കുക. മക്കളുടെ ചിരിയിൽ വിരിയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ശുദ്ധിയാണ്. ആ നിഷ്കളങ്കതയെ ആദരിക്കുമ്പോൾ നാം അമ്മയുടെ സ്നേഹവലയത്തിലാണ് ജീവിക്കുന്നത്. ഈ ഒരവസരത്തിൽ എനിക്ക് എൻ്റെ മക്കളുടെ ഉള്ളിലിരുന്ന അമ്മ തന്നൊരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയാതെ വയ്യ. ഞാൻ അമ്മയുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയതിന് ശേഷം അമ്മയുടെ സ്വഭാവത്തോട് എനിക്ക് വല്ലാത്തൊരു അടുപ്പം വന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ മിസ്സിസ് TNK നായരെ പോലെയുള്ള അമ്മയുടെ പരമഭക്തരുടെ സ്വഭാവ ഗുണം കണ്ടതുകൊണ്ടാകാം ഞാൻ ആ സ്വഭാവം എൻ്റെ ലൈഫിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ദേഷ്യം നന്നായി കുറഞ്ഞു. പറ്റില്ല എന്ന് പറയാൻ കഴിയാത്ത സ്വഭാവവും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സുഖങ്ങൾ പലതും വേണ്ടെന്ന് വയ്ക്കുന്ന സ്വഭാവവും എനിക്ക് വന്നു. എൻ്റെ കുട്ടികൾക്കറിയാം അമ്മയുടെ പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ അമ്മയുടെ കഥകളാണ് എന്നിൽ ഈ മാറ്റങ്ങൾ പതുക്കെ പതുക്കെ കൊണ്ടുവന്നതെന്ന്. അവരിലും ആ സ്വഭാവം തന്നെ വളർന്നു വന്നു. അവർ കോളേജിലൊക്കെ എത്തി മറ്റു പലരുമായി ഇടപെടുമ്പോൾ ഈ സ്വഭാവം അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. മറ്റുള്ളവരുടെ സാമർഥ്യം അവരെ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ അവർ കുറച്ച് ഈ ലോകത്തിൻ്റെ കറുത്ത മുഖത്തെ ഫേസ് ചെയ്യാൻ വേണ്ട സ്വഭാവം പഠിച്ചു തുടങ്ങി. വേണ്ടിടത്ത് അവർ സമർത്ഥരാവാൻ ശീലിച്ചു. അപ്പോൾ എൻ്റെ മക്കളിൽ ഒരാൾ എന്നോട് ചോദിച്ചത്, അമ്മ, രമാദേവി അമ്മയുടെ പുസ്തകമെല്ലാം വായിച്ച് നന്മ മരമാവുന്നത് കൊണ്ട് വളർന്നതുകൊണ്ടാണ് ഞങ്ങളെയും ഇത്തരം സാമർഥ്യക്കാർ പറ്റിക്കുന്നതും ഉപയോഗിക്കുന്നതും. അമ്മയെയും പലരും സ്വന്തം കാര്യങ്ങൾക്കായി ഉപയോഗിച്ച് ആവശ്യം കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണവും ഇതല്ലേ എന്നാണ്. പലരും അമ്മയുടെ ഡിസൈപ്പിൾസായി അമ്മയുടെ നാമം ജപിച്ച് നടന്ന് കാര്യം വരുമ്പോൾ സ്വന്തം കാര്യം നോക്കുന്നതാണ് കാണാറുള്ളത്. ഒരിക്കലും ആരും സ്വന്തം കാര്യങ്ങളിൽ അമ്മയുടെ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നത് ഇന്ന് കാണാൻ സാധിക്കാത്തത് കൊണ്ട് എത്ര നാമം ജപിച്ചിട്ടെന്താ, ഇതല്ലേ സ്വഭാവം എന്ന കമൻസാണ് പലരെ പറ്റിയും സ്വന്തം മക്കൾ പോലും പറയുന്നത് കേൾക്കാറ്. ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എൻ്റെ മകൻ എന്നെ വിമർശിച്ചതായാലും അതൊരു നിന്ദാസ്തുതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അമ്മയുടെ പുസ്തകം വായിച്ച് ഈ ലോകത്തിന് യോജിക്കാത്ത രീതിയിൽ നന്മമരമായി എന്നാണല്ലോ പറഞ്ഞത്. അത് അവരുടെ ഉള്ളിലിരുന്ന് അമ്മ എനിക്ക് തന്ന സർട്ടിഫിക്കറ്റായി ഞാൻ കാണുന്നു. കുട്ടികളെ എത്ര നന്മ പഠിപ്പിച്ചാലും ആവശ്യം വന്നാൽ നമ്മളോടായാലും നോ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം.
അമ്മയുടെ കഥയിൽ അമ്മയുടെ കല്യാണം ഭഗവാനുമായി തീരുമാനിച്ചപ്പോൾ അതെല്ലാവർക്കും വിഷമമായി. അത് വേണ്ടെന്ന് വയ്ക്കുമെന്ന സാഹചര്യം വന്നപ്പോൾ അമ്മ തന്നെ തൻ്റെ അച്ഛനോട് ഗൗരവമായി തന്നെ അത് നടത്തണം എന്ന് പറഞ്ഞത് നാം കണ്ടതാണ്. വേണ്ടി വന്നാൽ അച്ഛനമ്മമാരോട് അവരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടു തന്നെ പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. അത് തന്നെ നമ്മുടെ കുട്ടികൾ നമ്മോട് ചെയ്താൽ അത് അംഗീകരിക്കുകയും വേണം. എങ്കിലേ ഈ ലോകത്ത് അവർക്ക് തൻ്റെ ഇടത്തോടെ വിജയിച്ചു മുന്നേറാൻ കഴിയൂ. ചിലപ്പോൾ അവരിൽ നിന്നും നമുക്ക് പലതും പഠിക്കാൻ സാധിക്കും എന്ന് എന്നെ എൻ്റെ കുട്ടികൾ പഠിപ്പിച്ചു. പറ്റാത്ത കാര്യം പറ്റില്ലെന്ന് മുഖത്തു നോക്കി ആരോടായാലും പറയാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ കുട്ടികളാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളും അവരിലൂടെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ടീച്ചർ എന്ന നിലയിൽ കുട്ടികളുടെ മേൽ മാതാപിതാക്കൾ വയ്ക്കുന്ന എക്സ്പെക്റ്റേഷൻസ് കുട്ടികളെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു അനുഭവമാണ് ഇത്രയും കുട്ടികളെക്കുറിച്ച് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. നമ്മുടെ ആത്മാവിനെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ അമ്മ തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ സ്വന്തം കുട്ടികൾ. അവർ നമ്മുടെ കണ്ണാടികളാണ്. അവരെ ആരെങ്കിലും കുറ്റം പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്താതെ ആദ്യം ആത്മപരിശോധന നടത്തേണ്ടത് നമ്മളാണ്. അത് അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അമ്മ നമുക്കതിൻ്റെ കാരണങ്ങൾ കാണിച്ചു തരും. ആ പ്രകൃതി ശക്തിയോടും കുട്ടികളുടെ രൂപത്തിൽ വീട്ടിൽ വിളങ്ങുന്ന അമ്മയോടും പൂർണ്ണ മനസ്സോടെ നന്ദി പറയുമ്പോൾ നമ്മുടെ വീട് ഒരു അമ്പലമായി മാറുന്നു, അല്ലെങ്കിൽ ഒരു ദേവാലയമായി മാറുന്നു. മക്കളെ ഓർത്ത് കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നത് നാം അമ്മയുടെ കൈകളിൽ സുരക്ഷിതരാണെന്ന വലിയൊരു ബോധ്യത്തിൻ്റെ തെളിവാണ്. ഈ അനുഗ്രഹം മക്കളുടെ ജീവിതത്തിൽ ഉടനീളം വെളിച്ചമായി മാറട്ടെ. ഈ ചെറിയ ഉപഹാരം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിന് പരാശക്തിയായ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും നന്ദി, നന്ദി, നന്ദി. അമ്മ എല്ലാവരിലും അനുഗ്രഹവർഷം ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.